ബാഗിൽ 216 രൂപ ചില്ലറയായി 1 രൂപ, 50 പൈസ, 25 പൈസ എന്നീ നാണയങ്ങളായി ഇട്ടിരിക്കുന്നു. അവയുടെ എണ്ണത്തിന്റെ അംശബന്ധം 2:3:4 ആയാൽ 50 പൈസ നാണയങ്ങൾ എത്ര? 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാഗിൽ ആകെ 216 രൂപയാണ് ഉള്ളത്. ഇനി ഏതൊക്കെ രൂപയാണ് ഉള്ളത്? 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. ഇനി നമുക്ക് എണ്ണത്തിന്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? 1 രൂപ, ഈ 2:3:4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 രൂപ 2 എണ്ണം ഉണ്ടെങ്കിൽ 50 പൈസ 3 എണ്ണം ഉണ്ട്, 25 പൈസ 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? 1 രൂപയുടെ 2 എണ്ണമേ നമ്മുടെ കയ്യിലുള്ളെന്ന് വിചാരിക്കുക. എത്ര രൂപ ഉണ്ടാവും? 2 രൂപ. 50 പൈസയുടെ 3 എണ്ണമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുക. 1.5 രൂപയായില്ലേ? 25 പൈസയുടെ 4 എണ്ണമേ നമ്മുടെ കയ്യിലുള്ളെന്ന് വിചാരിക്കുക. എത്ര രൂപയായി? 1 രൂപയായി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? ഇതെല്ലാം കൂടെ കൂട്ടിക്ക്. എല്ലാം ഈ 1 രൂപയുടെ 2 എണ്ണമേ നിങ്ങളുടെ കയ്യിലുള്ളൂ, 50 പൈസയുടെ 3 എണ്ണമേ ഉള്ളൂ, 25 പൈസയുടെ 4 ഉള്ളെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയായി? 2, 1, 3, 1, 4.5 രൂപ. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ഈ 4.5 രൂപയ്ക്കകത്തിൽ 4.5 രൂപയിൽ 50 പൈസയുടെ എണ്ണം എത്ര? 3 എണ്ണം. 4.5 രൂപ നമ്മൾ എടുത്തപ്പോൾ അതിൽ എത്ര 50 പൈസ ഉണ്ടായിരുന്നു? 3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 216-നകത്തിൽ എത്ര എണ്ണം ഉണ്ട്? എടാ 4.5-ക്കകത്ത് 3 എണ്ണേ ഉള്ളൂ. 4.5 രൂപ എടുത്താൽ അതിൽ 3 50 പൈസയേ ഉള്ളൂ. അപ്പോൾ 216-ൽ എത്ര? എന്ത് ചെയ്താൽ മതി? 216 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. 216. കാരണം 4.5 രൂപയിൽ 3 എണ്ണം 50 പൈസയാണ്. അപ്പോൾ 216-ൽ എത്ര? 4.5-ക്ക് 3 ആണ്, 216-ൽ എത്ര? അങ്ങ് ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ 3/4.5-നെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? 3-നകത്തിൽ 1.5 2 പ്രാവശ്യമുണ്ട്, 4.5-ക്കകത്തിൽ 1.5 3 പ്രാവശ്യമുണ്ട്. ഞാൻ ഈ പോയിന്റ് അങ്ങ് കളയാൻ വേണ്ടി 4.5 എന്നുള്ള ഡെസിമൽ അങ്ങ് കളയാൻ വേണ്ടി എടുത്തത് കേട്ടോ. ഇനി 2/3 എങ്ങനെ കിട്ടിയെന്ന് സംശയം ഉണ്ടെങ്കിൽ 3/4.5. 3-ന്റെ ഇരട്ടി എടുക്കുക 6, 4.5-യുടെ ഇരട്ടി എടുക്കുക 9. 6-നെയും 9-നെയും 2-നെയും 3 കൊണ്ട് ഹരിക്കാം. 6-നെ 3 കൊണ്ട് ഹരിച്ചാൽ 2, 9-നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. അങ്ങനെ 2/3 കിട്ടിയത് കേട്ടോ. സോ 2/3 × 216. 3 കൊണ്ട് നമുക്ക് വെട്ടിക്കളയാം. എത്ര കിട്ടും? 72. 72 × 2 144. ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. ശരിയാണോ? തീർച്ചയായും. സോ ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേനയും പേപ്പറും എടുക്കാതെ തന്നെ ഈ ചോദ്യം